ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരെയും വർത്താനം. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്ത് ഞാൻ നമ്മളെ കുഞ്ഞിപ്പത്തിരി എന്നറിയും, പിന്നെ കണ്ണൂരൊക്കെ കക്കറോട്ടി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളത് ഉണ്ടാക്കലുണ്ട്, നോമ്പിനൊക്കെ ഉണ്ടാക്കല്. ബീഫും ചിക്കനും അതോണം കടുക്കൊക്കെ ഇത് ഞാനിപ്പോൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ മൂടേരി പൊടിപ്പിച്ചതാണ്. മൂടേരി മില്ലിൽ കൊണ്ട് പൊടിപ്പിച്ചാണ്. അപ്പോൾ ഒരു 2-3 എടുത്ത അളവിന് കണക്കാക്കിയിട്ട് എടുത്താൽ ഞാൻ ഒരു കയ്യിലിന് കുറച്ച് വലിപ്പമുള്ള കണക്കാക്കി 3 ഇതിൽ ഇതാക്കിയിട്ട് 3 എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ മൂടരി പത്തിരിക്ക് ഇത് പറഞ്ഞിട്ട് പൊടിപ്പിച്ചാണ്, മില്ലിൽ നിന്ന് പൊടിപ്പിച്ചാണ്. അപ്പോൾ എന്നിട്ട് ചുടുവെള്ളത്തിൽ കുഴച്ച്, നമ്മൾ പത്തിരി കുഴക്കുമ്പോൾ തന്നെ കുഴച്ചിട്ട് അത് ഞാൻ ഈ തേങ്ങയിൽ ജീരകവും ചെറിയുള്ളിട്ട് അരച്ചിട്ട് അതും കൂട്ടിയിട്ട് പൊടി നല്ലോണം കുഴച്ചെടുത്തേ. അത് എന്നിട്ട് ചെറിയൊരു ബോളാക്കിയിട്ട് പിന്നെ കൈ കൊണ്ട് വിരലോണ്ട് അമർത്തുക ചെയ്യുക. കുഞ്ഞിപ്പത്തിരി എന്നാ പറയുക, ചെറിയ ഇതായിരിക്കും. പിന്നെ അത് ആവിയിൽ വേവിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വലുതായി വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറുതായി എടുത്തത്, കുറച്ചുകൂടി ചെറുതാവും തോന്നി. ഞാൻ ഏകദേശം ഒരു എടുത്താണ്. എന്നിട്ട് ഈ ഇതിൽ വെച്ചിട്ട് ഞാൻ ഒരു ഡോറിൻ്റെ മേലെ വെച്ച് കൊടുത്താണ് ആവി കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം തന്നെ അതാവും. പിന്നെ ഇഡ്ഡലി ചെമ്പിൻ്റെ ഇതിലൊക്കെ വെക്കും. എങ്ങനെ വെച്ചാൽ അത് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഒരു 7 മണിക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ പാൻറ്റിലൊക്കെ വെച്ചാലൊക്കെ നല്ലതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒട്ടി അങ്ങനെ ആകുമൊന്നുമില്ല. അപ്പോൾ നല്ലത് തന്നെ കിട്ടും. അപ്പോൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടാക്കിയ ചിക്കനോ ബീഫ് കൊണ്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കിയത്. പ്രാവശ്യം കടുക്കൊണ്ട് ചെമ്മീൻ കൊണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ചെമ്മീൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കറി വെക്കുമ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിന് വേണ്ടി തേങ്ങ റെഡിയാക്കിയ. അപ്പോൾ ചെമ്മീൻ അടുപ്പത്ത് നിന്ന് വേകുന്നുണ്ട്. അതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ എടുത്തത് കാരണം നമ്മൾ കറി വെക്കുമ്പോൾ തന്നെ കുറച്ച് ടൈറ്റാക്കിയിട്ട് വെച്ചതാണ്. പിന്നെ അതിൻ്റെ അരപ്പ് വേണ്ടിയിട്ട് തേങ്ങ റെഡിയാക്കി ഉണ്ട്. തേങ്ങയിൽ ഞാൻ ജീരകം ഇട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു, തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് ശേഷം കുരുമുളകിൻ്റെ പൊടിയിട്ട് ഒന്നത് ഇളക്കി കൊടുത്താണ്. മല്ലിയില ഇട്ട് കൊടുത്ത് തേങ്ങ ഒഴിച്ചതിൻ്റെ ശേഷം കുറച്ച് ടൈറ്റായിട്ട് ഉണ്ടാവുക. പിന്നെ തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് നെയ്യിലൊന്ന് വറവ് ചെയ്തു ഉള്ളിയിട്ടിട്ട് കുറച്ച് അതിലേക്ക് ഇട്ട് ഇളക്കിയിട്ട് നല്ല കട്ടിയിലാണ് ഉണ്ടാവുക. എടുത്തപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ബീഫ് കൊണ്ട് ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കൽ, ചെമ്മീൻ ഉണ്ടാക്കൽ കുറവായിരിക്കും. വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം ഇന്നത്തെ സ്പെഷ്യലാണ്. ചോറ്റുപാത്രം അതിൻ്റെ അവർ ചെയ്യുന്നത്. ഇപ്പോൾ ലീവായതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.